പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമീൻ. ജീവപുസ്തകത്തിൽ പേരെഴുതുക എന്നതിൻ്റെ 8ാമത്തെ എപ്പിസോഡ്. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുക എന്നത് ഒരു ഡെസ്റ്റിനേഷനല്ല, മറിച്ചൊരു ജേർണിയാണ്. മാമോദിസയിൽ പേരെഴുതപ്പെടുന്നത് യാത്രയുടെ തുടക്കം മാത്രമാണ്. ജീവിതയാത്രയിൽ മുഴുവൻ കൂദാശകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും നാം ആ പേര് കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഈ ജീവിത അന്ത്യത്തിലും അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ പുസ്തകത്തിൽ ആ പേര് നിലനിൽക്കും. അപ്പോഴാണ് പൂർണ്ണത. ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയോടും അവിടുത്തെ കുരിശിൻ്റെ യാഗത്തോടും കൂടെ എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഈ പുസ്തകത്തിലെ പേര്. പഴയ നിയമത്തിൽ നാം കണ്ട ജീവപുസ്തകം എന്ന ആശയത്തെ ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ പ്രവൃത്തിയായ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ യാഗവുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ജീവപുസ്തകത്തിൽ പേർ എഴുതിയിരിക്കുന്നത്. എന്നാൽ വെളിപ്പാട് പുസ്തകം എന്നത് സഭയുടെയും വിശ്വാസികളുടെയും നിത്യതയിലേക്കുള്ള പ്രയാണത്തിൻ്റെ അവസാന ഘട്ടത്തെ ചിത്രീകരിക്കുന്ന ഗ്രന്ഥമാണ്. ഇതിൽ ജീവപുസ്തകത്തിൽ പേർ എഴുതുന്നതുമായി ബന്ധപ്പെട്ട അനേകം പരാമർശങ്ങളുണ്ട്. അവയിൽ ചിലത് ഈ എപ്പിസോഡിൽ കൂടി പരിശോധിക്കാം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 8-ാം തിരുവചനവും 17-ാം അധ്യായം 8-ാം തിരുവചനവും പറഞ്ഞിരിക്കുന്ന അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകം എന്നത് കേവലം ദൈവത്തിൻ്റെ കണക്ക് പുസ്തകമല്ല, മറിച്ച് അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകമാണ്. ഇതിൽ നമ്മുടെ രക്ഷ ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയിലൂടെ മാത്രം സാധ്യമായതാണെന്നും മൃഗം പോലെയുള്ള ലൗകിക ശക്തികളെ വണങ്ങിയോ ലൗകിക പ്രലോഭനങ്ങളിൽ വീഴുകയോ ചെയ്യാതെ ക്രിസ്തുവിൻ്റെ കുരിശിലെ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ് ജീവപുസ്തകത്തിൽ പേരുള്ളവർ എന്നും വചനഭാഗം വെളിപ്പെടുത്തുന്നു. എന്നാൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകം ലോകസ്ഥാപനം മുതൽ ഉള്ളതാണെന്ന് തിരിച്ചറിയുന്നതിലൂടെ ദൈവത്തിൻ്റെ നിത്യമായ രക്ഷാപദ്ധതിയെയും ക്രിസ്തുവിൻ്റെ ബലിയുടെ അനിവാര്യതയും ഇതിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത്തേത് ജയിക്കുന്നവൻ്റെ അവകാശത്തെക്കുറിച്ചാണ്. വെളിപ്പാട് 3:5-21-7. ജയിക്കുന്നവൻ എന്ന പ്രയോഗം വളരെ പ്രധാനമാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ പറയുന്നത് പോലെ വിശ്വാസ ജീവിതം ഒരു പോരാട്ടമാണെന്നും മാമോദിസയിലൂടെ ലഭിച്ച കൃപയെ ലൗകികമായ പ്രലോഭനങ്ങളെ അതിജീവിച്ച് അവസാനം വരെ കാത്തുസൂക്ഷിക്കുന്നവരാണ് ഈ പോരാട്ടത്തിൽ ജയിക്കുന്നതെന്നും അങ്ങനെയുള്ളവരുടെ പേര് പുത്രൻ പിതാവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുമെന്നും വചനഭാഗം വെളിപ്പെടുത്തുന്നു. ഇത് ക്രിസ്തുവും വിശ്വാസിയും തമ്മിലുള്ള അഭിഭാജ്യമായ ഐക്യത്തെ സൂചിപ്പിക്കുന്നു. ഇതിൽ മൂന്നാമത്തേത് അവസാനത്തെ വിധിയാണ്. വെളിപ്പാട് 20:12. പുസ്തകങ്ങൾ തുറക്കപ്പെട്ടു, ജീവപുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. ഓരോരുത്തൻ താന്താങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം വിധിക്കപ്പെട്ടു. ഇവിടെ ദൈവത്തിൻ്റെ നീതിയും കരുണയും ഇവിടെ ഒന്നിക്കുന്നു. പ്രവൃത്തികൾ രേഖപ്പെടുത്തിയ പുസ്തകത്തോടൊപ്പം ജീവപുസ്തകവും തുറക്കപ്പെടുന്നു. ഇവിടെ ജീവപുസ്തകം എന്നത് ദൈവത്തിൻ്റെ കരുണയുടെ അടയാളമാണ്. ക്രിസ്തുവിനോട് ചേർന്ന് നിന്നവർക്ക് ലഭിക്കുന്ന നിത്യജീവൻ്റെ രേഖയാണത്. നാലാമത്തേത് വെളിപ്പാട് 22:19 പറയുന്ന നിത്യതയുടെ പൂർണ്ണത. ജീവപുസ്തകത്തിൽ നിന്ന് പേര് മായ്ക്കപ്പെടുമെന്ന മുന്നറിയിപ്പ് ഈ ഉടമ്പടിയിലെ വിശ്വാസിയുടെ ഉത്തരവാദിത്വത്തെ ഓർമ്മിപ്പിക്കുന്നു. അതായത് ഈ പുസ്തകത്തിൽ പേരുണ്ടാകുക എന്നതൊരു അവകാശമാണ്. എന്നാൽ ദൈവകൽപ്പനകളിൽ നിന്നും ഉടമ്പടിയിൽ നിന്നും അകന്നുപോയാൽ ആ അവകാശം നഷ്ടപ്പെടുമെന്ന ഗൗരവമായ മുന്നറിയിപ്പാണ് ഇവിടെ നൽകുന്നത്. പ്രിയമുള്ളവരെ, ജീവൻ്റെ പുസ്തകത്തിൽ നിന്നും പേർ മായ്ക്കപ്പെടുക എന്നത് ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്നും തള്ളിക്കളയുന്നതിൻ്റെയും അവൻ്റെ രാജ്യത്തിൻ്റെ അർഹത നഷ്ടപ്പെടുന്നതിൻ്റെയും അടയാളമാണ്. നമ്മുടെ ഇഹലോക ജീവിതവും പ്രവൃത്തികളും അതിന് മുതൽ കൂട്ടുന്നതായിരിക്കട്ടെ. അവിശ്വാസവും വിഗ്രഹാരാധനയും അശുദ്ധിയും വെടിഞ്ഞ് ദൈവത്തിൻ്റെ മക്കളായി വിശ്വസ്ത സാക്ഷികളായി നമ്മുടെ അരുമനാഥനോടൊപ്പം ജീവിക്കുക. ഈ ലോകമല്ലല്ലോ, അവനല്ലേ നമ്മുടെ അവകാശം.
ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.